കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം എന്ന് പറയുന്ന സ്ഥലമായ കൊളുക്കുമലയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൊളുക്കുമല സൺറൈസ് മാത്രമല്ല, കുറച്ച് ഓഫ് റോഡ് യാത്രയും മലയുടെ മുകളിലുള്ള തേയിലക്കാടിനകത്ത് ഒരു ദിവസത്തെ ടെൻറ്റ് ക്യാമ്പിങ്ങും തേയിലത്തോട്ടത്തിലൂടെ ഒരു ട്രെക്കിങ്ങും ഉണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിന്ന് യാത്ര അങ്ങോട്ട് തുടങ്ങാം. സൂര്യനെല്ലിയിലാണ് ബേസ് ക്യാമ്പ്. നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ആദ്യം ഞാൻ ഈ ട്രിപ്പിനെ കുറിച്ചൊരു ഐഡിയ തരാം. ഈ കൊളുക്കുമലയിലേക്ക് പോകുന്ന വഴി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഹാരിസൺ പ്ലാന്റേഷൻ്റെ കീഴിലുള്ളതാണ് ഈ സ്ഥലം. ഏക്കറിൻ്റെ കണക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് കിലോമീറ്ററുകളാണ് ഇവരുടെ തേയിലത്തോട്ടങ്ങൾ. ഈ കമ്പനിയുടെ തേയിലത്തോട്ടത്തിനകത്ത് കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തോ വാടകയ്ക്ക് എടുത്തോ ഒക്കെ ആയിട്ട് ഒരുപാട് ടീം ക്യാമ്പിങ്ങും ട്രെക്കിങ് സ്റ്റേ ഫെസിലിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ബുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബേസ് ക്യാമ്പിൽ എൻട്രൻസിൽ നിന്ന് ഒരു ജീപ്പിന് 2000 രൂപ വെച്ച് പേ ചെയ്തിട്ടോ മാത്രമേ നമുക്ക് ഈ കോമ്പൗണ്ടിൽ കയറാൻ പറ്റുള്ളൂ. നമ്മളിന്ന് പോകുന്നത് മൂന്നാർ അഡ്വഞ്ചേഴ്സ് എന്നൊരു ഗ്രൂപ്പ് നടത്തുന്ന ഒരു ടീ ഫോറസ്റ്റിലേക്കാണ്. ടീ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെയുള്ള വെറും തേയിലച്ചെടികളല്ല, മലയുടെ മുകളിൽ ഒരു 2 ആൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന തേയിലക്കാടിനകത്ത് കുളിരുന്ന തണുപ്പത്തൊരു സ്റ്റേ. നാളെ രാവിലെ എഴുന്നേറ്റ് കൊളുക്കുമലയിലേക്ക് ട്രെക്കിങ്, തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തേയിലത്തോട്ടത്തിൽ കൂടെ നടന്ന് സൂര്യനെല്ലിയിലേക്ക്. മൈൻഡൊന്ന് ഫ്രഷ് ആക്കുന്ന യാത്രയാട്ടോ ഇത്. വൈകുന്നേരം 4 മണിക്ക് സൂര്യനെല്ലിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. മൂന്നാർ അഡ്വഞ്ചേഴ്സിൻ്റെ ജീപ്പ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. താഴെ HMLൻ്റെ അവരുടെ രജിസ്ട്രേഷൻ പ്രൊസീജിയറും എല്ലാം കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ അടിപൊളി ഒരു ഓഫ് റോഡ് യാത്ര. നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് വരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ സ്വന്തം റിസ്കിൽ വരണം. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് തേയിലക്കാട്ടിലേക്ക് കയറി. ആഹാ, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തേയിലച്ചെടികൾ കാണുന്നത്. അല്ല, ഇന്ത്യയിൽ തന്നെ ഇത്രയും വലുപ്പമുള്ള തേയിലക്കാടും അതിനകത്തൊരു കിടിലൻ ഫോറസ്റ്റ് സ്റ്റേയും നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. 100 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ തേയിലച്ചെടികൾ. തള്ളല്ല കുമാര, ശരിക്കും 100 വർഷം ഉണ്ടാവും. യെസ്, നമ്മൾ ക്യാമ്പിലെത്തിപ്പോയി. ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള മനസ്സിനെയും ശരീരത്തെയൊക്കെ തണുപ്പിക്കുന്ന സ്ഥലം. ആ കാണുന്ന ടെൻറ്റുകളിലാണ് താമസം. ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് എൻ്റെ ടെൻറ്റ്. മൊത്തത്തിലുള്ള ക്യാമ്പിംഗ് സൈറ്റ് ഒന്ന് നടന്ന് കാണാം. ഇതാണ് മെയിൻ ഹട്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ താഴേക്ക് നടന്ന ഇവിടെയുണ്ട് ടെൻറ്റുകൾ. അത് പക്ക ടീ ഫോറസ്റ്റിനകത്ത്. പ്രൈവസി ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ കപ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കാം. അതുപോലെ താഴേക്ക് 5-6 ടെൻറ്റുകളും കൂടെ കെട്ടാൻ സ്ഥലമുണ്ട്. പിന്നെ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ താഴെയാണ്. പേര് ഫോറസ്റ്റ് എന്നാണെങ്കിലും ഒരു മൃഗങ്ങളെയും പേടിക്കണ്ട. പീസ്, ലവ്, നേച്ചർ. ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അത് ഫാമിലി ആയിട്ട് വന്നാലും ശരി, ബാച്ചിലർ ആയാലും ശരി, കപ്പിൾസൊക്കെ ആണെങ്കിൽ കിടു. അപ്പോൾ തേയിലക്കാട്ടിൽ നിന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ചായയും ബിസ്ക്കറ്റും റെഡി. നല്ല ചൂട് കട്ടനാണ്, പക്ഷേ പുറത്തെ മഞ്ഞിൽ ചായയൊക്കെ പെട്ടെന്ന് തണുത്തു പോകും. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് താഴേക്ക് നടക്കാൻ ഇറങ്ങി. നെക്സ്റ്റ് ട്രിപ്പ് ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജീപ്പ് പോവാം. ഈ ടീ ഫോറസ്റ്റിൽ നിന്ന് തേയിലത്തോട്ടത്തിലേക്ക് നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള വ്യൂ, ദ മാജിക് ഓഫ് മൂന്നാർ. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി തുടങ്ങി. നെക്സ്റ്റ് ട്രിപ്പ് ആൾക്കാരെയും കൊണ്ട് ജീപ്പ് ഇതേ മല കയറി വരുന്നുണ്ട്. വന്നവരെല്ലാം ഒന്ന് ഫ്രഷായി എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് തീകായാണ്. അപ്പോൾ ഈ തണുപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ടറായിട്ട് ചൂട് സൂപ്പും ഗ്രിൽ ചിക്കനും. എല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് രാത്രി അത്താഴവും കഴിഞ്ഞ് കയറി കിടന്നു. രാവിലെ എഴുന്നേറ്റ് 5:30 ആയപ്പോൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇരുട്ടാണ്, ഒന്നും കാണാനില്ല. 6 മണിയായപ്പോഴത്തേക്കും വെളിച്ചം വന്നു തുടങ്ങി. ഒരു 3/4 മണിക്കൂറോളം തേയിലത്തോട്ടത്തിൽ കൂടെ നടക്കണം. തേയിലത്തോട്ടത്തിൽ നിന്ന് മേലേക്ക് കയറി ഇനി കുറച്ച് ദൂരം കാട് പോലെയുള്ള സ്ഥലത്ത് കൂടെ നടക്കണം.
എത്താറായി ഇതാ എത്തി എന്നാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പ് പോസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 3/4 മണിക്കൂർ നടന്നു. എന്തായാലും ഇതാ എത്തി. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ കൊളുക്കുമലയിൽ നിന്നുള്ള കാഴ്ച. നമുക്കെന്തായാലും ഒന്നുകൂടി മുകളിലേക്ക് കയറാം. സൂര്യോദയം കാണാൻ വരുന്നവരുടെ തിരക്കാണ് ഇവിടെ. ഇതാണ് കൊളുക്കുമലയിലെ പ്രശസ്തമായ സിംഗപ്പാറ അഥവാ ടൈഗർ റോക്ക്. ശരിക്കും വിളിച്ചിരിക്കുന്നൊരു പുലി. തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. മലയുടെ മുകളിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. എന്തായാലും ഈ വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണ്. ചില സമയത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ മൊത്തം മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ചിലപ്പോൾ മഴയോ മൂടലൊക്കെ ആവും, ഒന്നും കാണാനും പറ്റില്ല. ഭാഗ്യമനുസരിച്ചിരിക്കും. ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് മീശപ്പുലി മല. ആ 2 മലയുടെ അപ്പുറത്ത് ലൈറ്റ് ഗ്രീൻ കളറിൽ മല കാണുന്നില്ലേ, അത് മീശപ്പുലി മലയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നമുക്കെന്നാൽ തിരിച്ചിറങ്ങാം. ഞാൻ കണ്ട കംപ്ലീറ്റ് വ്യൂ ഒന്നും ഈ വീഡിയോയിലില്ല. ഒന്നാമത് ആൾക്കാരെ തിരക്ക് കാരണം എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ആൾക്കാരെ ഒഴിവാക്കി വീഡിയോ എടുക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് വരുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും വീഡിയോ കണ്ടാൽ കിട്ടില്ല. പറ്റുന്നവരൊക്കെ നേരിട്ട് വന്ന് കാണുക, അപ്പോഴേ ആ കാഴ്ച പൂർണ്ണമാവുള്ളൂ. വീഡിയോ ഫസ്റ്റ് ഹാഫ് ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ സൺറൈസ് കാണാൻ മാത്രം വരുന്നതാണെങ്കിൽ സൺറൈസ് കഴിഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ട്രിപ്പ് തീരുന്നവരെ ഒരുമിച്ച് പോവാം. ഇനി തിരിച്ച് ക്യാമ്പിലേക്ക് നടക്കുകയാണ്. അവിടെ ചെന്ന് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് നമ്മൾ തേയിലത്തോട്ടത്തിനടുത്തെത്തി. ഇങ്ങോട്ട് വന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ തിരിച്ചു പോകാൻ. കൂടുതൽ ഇറക്കമല്ലേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കോ കവറോ ഒന്നും എവിടെയും കളയരുത്. നാളെയും നമ്മുടെ മക്കളുടെ കാലത്തും ഒക്കെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കണം. ഇതാണ് ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടെ ചുറ്റും കസേരയിട്ട് ഇരുന്നാണ് തീ കാഞ്ഞത്. അതിൻ്റെ കനലും പുകയൊന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് ഈ ലൊക്കേഷൻ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാടാണ്, എന്നാൽ കൊടും കാടല്ല, മൃഗങ്ങളൊന്നും വരില്ല. അതേസമയം പൂർണ്ണ സ്വകാര്യത, കാടിൻ്റെയും കിളികളുടെയും ശബ്ദം മാത്രം. പിന്നെ ഇവർ ഗസ്റ്റിനെ പരിഗണിക്കുന്നതിൽ നല്ല പ്രൊഫഷണലിസം ഫീൽ ചെയ്യും കേട്ടോ. ഒപ്പം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റം. ക്യാമ്പിൻ്റെ നേരെ മുകളിൽ മലയാണ്. അതുകൊണ്ട് തന്നെ കോടമഞ്ഞും തണുപ്പും ഒക്കെ ഡയറക്റ്റായിട്ട് മുറ്റത്തെത്തും. എല്ലാവരും ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടന്നു. അത് രാവിലെ തന്നെ എഴുന്നേറ്റ് നടന്ന കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ചെറിയ കളികളും വർത്തമാനവും, ഓരോരുത്തരും അവരവരുടെ യാത്രാവിശേഷങ്ങളും പിന്നെ ഫോട്ടോ എടുപ്പും ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ വിശ്രമവും കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പ് വൈൻഡപ്പ് ചെയ്ത് അടുത്ത ട്രെക്കിംഗ് 1.5 മണിക്കൂർ തേയിലത്തോട്ടത്തിലൂടെ നേരെ സൂര്യനെല്ലിക്ക്. എല്ലാവരും കുടിക്കാനുള്ള വെള്ളമൊക്കെ നിറച്ച് ഉഷാറായി മലയിറങ്ങാൻ തുടങ്ങി. ഈ ടീ ഫോറസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം പറഞ്ഞുതരാം കേട്ടോ. ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഏകദേശം ഒരു 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സ്ഥലങ്ങളൊക്കെ വാങ്ങി തേയില നടുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് അവർക്ക് പ്ലാന്റേഷൻ. തേയിലയും കാപ്പിയും റബ്ബറും എണ്ണപ്പനയൊക്കെ. പലതും 999 വർഷത്തേക്ക് പാട്ടത്തിനും ചിലത് ഫോറസ്റ്റിൽ നിന്ന് സ്വന്തമായിട്ട് വാങ്ങിയൊക്കെയാണ് കൃഷി. ഈ സ്ഥലമൊക്കെ അവർക്ക് പട്ടയമുള്ള സ്വന്തം ഭൂമിയാണ്. അങ്ങനെ 100 വർഷം മുമ്പ് തേയില നട്ടുവെച്ച് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് തേയില പറിക്കാൻ പറ്റാതെ HML ഉപേക്ഷിച്ചതാണ് ഇങ്ങനെ വളർന്നു വന്ന് തേയിലക്കാടായിട്ട് മാറിയത്. നമ്മൾ ഈ നടക്കുമ്പോൾ കാണുന്ന തേയിലകളൊക്കെ ആ ടീ ഫോറസ്റ്റിനകത്ത് കാണുന്ന തേയില മരങ്ങളുടെ അതേ പ്രായക്കാരാണ്.
ഞാൻ 4 വർഷം കൂടുമ്പോൾ വെട്ടി നിർത്തുന്നതുകൊണ്ടാണ് ഈ തേയിലച്ചെടികൾ അങ്ങനെ പൊക്കം വെക്കാതെ നിൽക്കുന്നത്. ചില ഭാഗത്ത് കണ്ടോ ഗ്രീൻ ഇല്ലാതെ ഒരു കളർ ചേഞ്ച്, അതിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൂണിങ് നടത്തിയ ചെടികളാണ്. ആ കാണുന്നതാണ് മീശപ്പുലിമല. അങ്ങോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ട്രെക്കിംഗ് ഒന്നും ഇപ്പോൾ അലൗഡ് അല്ല. മീശപ്പുലിമലയുടെ ഹൈറ്റ് 2640 മീറ്ററാണ്. അതായത് 8660 അടി. നമ്മൾ പോയ കൊളുക്കുമല 2160 മീറ്ററും. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടീ പ്ലാന്റേഷനും ഈ നമ്മൾ നടന്നു വരുന്ന കൊളുക്കുമലയാണ്. സോ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാ. ഒരുപാട് ദൂരെയൊന്നും അല്ലല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ടീ ഫോറസ്റ്റ് ഒട്ടും താഴെയല്ല കേട്ടോ, 2060 മീറ്റർ ഉയരത്തിലാണത്. അതായത് ഏകദേശം കൊളുക്കുമലയുടെ അടുത്ത് തന്നെയാണ് ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഏകദേശം താഴെ എത്തി. 1 മണിക്കൂറോളം നടന്നു വന്നതിൻ്റെ ക്ഷീണം മാറാൻ ഇതാ ഒരു കിടിലൻ വെള്ളച്ചാട്ടം. എന്നാൽ പിന്നെ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് പോവാം. മനസ്സൊന്ന് തണുത്ത ഈ കൊളുക്കുമല യാത്ര മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വന്ന തണുത്ത വെള്ളത്തിൽ കുളിച്ച് അവസാനിപ്പിക്കുകയാണ്. യാത്രകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കും, ട്രാവൽ സ്റ്റോറീസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. എൻ്റെ ഒപ്പം നിങ്ങളും വരണം യാത്രയ്ക്ക്.